പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ JCNDSTയുടെ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും 9 മണി രാത്രിക്ക് നടന്നു വരുന്ന പാനൽ ചർച്ചകളിലും റെക്കോർഡഡ് മെസ്സേജുകളിലേക്കും ഓൺലൈൻ മീറ്റിംഗിലേക്കും ബഹുമാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്വാഗതവും അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലും പതിവ് പോലെ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തി വന്നിരുന്ന യഥാർത്ഥ ക്രിസ്തീയ സ്നാനത്തെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ ഉള്ള പലവിധമായ സ്നാനങ്ങളെ സംബന്ധിച്ചും സ്നാനത്തിന്റെ ആവശ്യകത ക്രിസ്തീയ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചും പൊതുവായി ജനങ്ങളുടെ ഇടയിൽ നിന്നും സ്നാനത്തെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഈ രാത്രിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ മീറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ മീറ്റിംഗ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ അന്വേഷിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ മീറ്റിംഗിന്റെ ലിങ്ക് ഞങ്ങൾ ഇതോടൊപ്പം താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ 6 ചോദ്യങ്ങളാണ് ഞങ്ങൾ എടുക്കുകയും 6 ചോദ്യങ്ങൾക്കാണ് ഞങ്ങൾ ഉത്തരം നൽകുകയും ചെയ്തത്. സ്നാനത്തെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ അനേകർക്ക് ഉണ്ടെങ്കിലും പൊതുവായി ക്രിസ്തീയ ലോകത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങൾ സ്നാനത്തിന്റെ പ്രസക്തി എന്താണ്, സ്നാനം ഒരു അനിവാര്യ ഘടകമാണോ, വിശ്വസിച്ചാൽ മാത്രം പോരെ, സ്നാനം ആരുടെ നാമത്തിൽ വേണം, അല്ലെങ്കിൽ ആരാണ് സ്നാനപ്പെടേണ്ടത്, ആരാണ് സ്നാനപ്പെടുത്തേണ്ടത്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അനേകർക്കുണ്ട്. ഒരുപക്ഷെ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ചോദ്യങ്ങളായിരിക്കാം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് തിരുവെഴുത്തുകൾ പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും ഞങ്ങൾ നടത്തി വരുന്നതുമായ സ്നാനത്തെ സംബന്ധിച്ച് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മുമ്പാകെ കടന്നു വന്നിട്ടുള്ള ലഭ്യമായിട്ടുള്ള ചോദ്യങ്ങളെ ഞങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നോടൊപ്പം പാനലിൽ ഉള്ളത് ദുബായിൽ നിന്നും ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, അതുപോലെ കൊച്ചിയിൽ നിന്നും ബഹുമാനപ്പെട്ട പാസ്റ്റർ KJ ജോയി അവർകൾ, കായംകുളത്ത് നിന്നും ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ബ്രദർ സൈമൺ ബെഞ്ചമിൻ, കൊട്ടാരക്കരയിൽ നിന്നും പാസ്റ്റർ M ബേബി അവർകളാണുള്ളത്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോസ് വർഗീസ് കോട്ടയത്ത് നിന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ നിർത്തിയിടത്തു നിന്ന് ഞങ്ങൾ തുടങ്ങുമ്പോൾ സ്നാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ 6 ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് എന്ന് ഞാൻ പ്രാരംഭമായി നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഈ 6 ചോദ്യങ്ങളില് ക്രിസ്തീയ വിശ്വാസത്തിൽ സ്നാനത്തിന് എന്താണ് പ്രസക്തി എന്ന് ഉള്ള ഒരു ടൈറ്റിലും, യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന എന്ന പെന്റെക്കോസ്തുകാർ അവകാശപ്പെടുന്ന മത്തായി 29 കൽപ്പന പ്രകാരമല്ലേ സ്നാനം കഴിപ്പിക്കേണ്ടത്, അപ്പോസ്തല പ്രവൃത്തികൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പക്ഷേ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കഴിപ്പിച്ചതായി കാണുന്നു, സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേണം എടുക്കുവാനെന്ന് പറയുന്നു. അപ്പോൾ സ്നാനത്തിൽ ഒരു നാമത്തിന് പ്രസക്തി ഇത്രമാത്രം എന്തുകൊണ്ട്? തിമോത്തി 3:16 ബൈബിളിൽ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണെന്ന് പറയുന്നു. എന്നിട്ടും മത്തായി 28:19 യേശുക്രിസ്തുവിന്റെ കൽപ്പനയും അപ്പോസ്തല പ്രവൃത്തി 2:38 കൽപ്പനയും തമ്മിൽ അന്തരമുള്ളതായി ആത്മീയ ലോകത്തിൽ വ്യക്തമായ ഒരു വേർതിരിവ് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ 6 ചോദ്യങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ചയ്ക്കെടുത്തത്. ഇന്ന് വേറെ 6 ചോദ്യങ്ങളുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യങ്ങൾ ആരംഭിക്കാനായി ദൈവസന്നിധിയിൽ സമയങ്ങളെ വേർതിരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുക്കൽ ഈ മീറ്റിംഗുമായി ഈ സന്ദേശവുമായി കടന്നു വരാൻ സാധിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി എൻ്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നൽകുവാൻ പോകുന്നത് പാസ്റ്റർ ജോയ് കെ ജോസഫ് ആണ്. അതിന്റെ ചോദ്യം പാസ്റ്റർ ജോയിയോട് ഇങ്ങനെയാണ്: അപ്പോസ്തല പ്രവൃത്തി 19 എഫേസൂസിൽ വെച്ച് പൗലോസ് താൻ നേരിട്ട് കണ്ട വിശ്വാസികളോട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അവർ പറയുന്നവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല എന്ന്. അവർ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറയുവാൻ കാരണം?
അവൻ അവരോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ പറയുന്നു. അവർ പിന്നീട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു എന്നും കാണാം. ആ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ അതിനോടനുബന്ധിച്ചൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പൊതുവിൽ പെന്തക്കോസ്തുകാർ പറയുന്നത് 19 അധ്യായത്തിൽ പറയുന്നത് അവര് പരിശുദ്ധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിച്ചതെന്ന് പറയുന്ന പാസ്റ്റർമാരെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിവുണ്ട്. എന്നാൽ അത് വേണ്ടുവണ്ണം ആ കോണ്ടെക്സ്റ്റ് പഠിച്ചിട്ടുള്ള കാര്യമല്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം എന്ന് തെളിയിക്കാൻ വേണ്ടി അവര് ഒരുപാട് വ്യഗ്രത കാണിക്കുന്നത് കൊണ്ട് ബൈബിളിൽ അജ്ഞതയുള്ള അല്ലെങ്കിൽ ബൈബിളിനെ സംബന്ധിച്ച് പരിജ്ഞാനമില്ലാത്തവരെ കുഴപ്പിക്കാൻ വേണ്ടി അവര് ഈ 19 അധ്യായത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറയുന്നതല്ലാതെ വ്യക്തമായ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിശദീകരിക്കുകയോ അതിന് യോഗ്യമായ ഇണവാക്യങ്ങളെ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുകയോ തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പോ ഈ എഫേസോസിലെ ശിഷ്യന്മാരെ പൗലോസ് കണ്ടുമുട്ടുമ്പോൾ അവിടെ പറയുന്ന അവർ യോഹന്നാന്റെ സ്നാനം ഏറ്റതേ ഉള്ളൂ. അത് യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. അവന്റെ പിന്നാലെ വരുന്നവരിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിഷയത്തില് പാസ്റ്ററോട് ചോദിച്ച ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം പ്രതീക്ഷിക്കുകയാണ്. കാരണം ധാരാളം ആളുകൾ ഇന്ന് ഈ വീഡിയോയിൽ തുടർന്നും കേൾക്കാനുള്ളത് കൊണ്ട് അതിനെ സംബന്ധിച്ചൊരു വിശദീകരണത്തിന് വേണ്ടി ഞാൻ പാസ്റ്റർക്ക് സമയങ്ങൾ വേർതിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ചോദ്യം എന്റെ മാന്യ ശ്രോതാക്കൾ കേട്ടുവല്ലോ. ഇവിടെ ഈ ചാനലിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന വിൽസൺ ബെഞ്ചമിൻ, സൈമൺ ബെഞ്ചമിൻ, ബേബി പാഷർ, ഈ 3 കർത്താവിന്റെ ദാസന്മാരെ ഒക്കെ, അതുപോലെ ലീഡി എന്ന കർത്താവിന്റെ ദാസന് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആ ചോദ്യം സർവ്വസാധാരണമായി നമ്മൾ കേൾക്കാറുള്ള ചോദ്യമാണ്. ഒരു പുസ്തകം തന്നെ ഈ വിഷയത്തെ ആസ്പദമാക്കി പണ്ട് തങ്കരാജ് എന്ന് പറയുന്ന ഒരു ബ്രദറൻകാരൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്നാണ് ആ പുസ്തകം. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഈ പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഒരിക്കൽ എന്നോട്, ഞാൻ റാന്നിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് സംസാരിച്ചു. ഞാനിങ്ങനെ ഒരു പുസ്തകം നിങ്ങളുടെ ഉപദേശത്തിനെതിരായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെന്റെ പിന്നീട് കിട്ടുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. തിരുവനന്തപുരംകാരനും എങ്ങാണ്ടാണെന്ന് തോന്നി, തങ്കരാജ് എന്ന് പറഞ്ഞ സഹോദരൻ. ഏതായിരുന്നാലും അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അതിന്റെ ഹെഡിങ് തന്നെ തെറ്റാ. നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്ന് ചോദ്യം 19-ാം അധ്യായം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് തെളിവ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ 19-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ, അപ്പല്ലോസ് കൊരിന്ത്യയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളോട് സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറ് അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. വാസ്തവത്തിൽ ഒരു ചോദ്യം ഉണ്ടാകാം, യോഹന്നാന്റെ ശിഷ്യന്മാരാണ് ഇവര്. യോഹന്നാന്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറയാൻ ഒരിക്കലും ന്യായമില്ല. കാരണം യോഹന്നാന്റെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നായിരുന്നു. മാനസാന്തരവും അതുപോലെ തന്റെ ശിഷ്യന്മാരോടും കടന്നു വരുന്നവരോടും പറഞ്ഞിട്ടുണ്ട്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ വെള്ളത്തിലും തീയിലും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണെന്നുള്ള ഒരു സൂചന അവർക്ക് കൊടുത്തിരുന്നു. ഏതായിരുന്നാലും ഈ ശിഷ്യന്മാര്
ഇവിടെ 19-ാം അധ്യായത്തിൽ പറയുന്ന ഈ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സഭയ്ക്ക് സ്വർഗത്തിലെ കർത്താവ് നൽകിയ സ്നാനം അതെന്നാണെന്നും അതിനെക്കുറിച്ച് വല്ല അറിവും നിങ്ങൾക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് പൗലോസ് ശ്ലീഹ അത് ചോദിച്ചത്. കാരണം അങ്ങനെയുള്ള അറിവ്, അല്ലെങ്കിൽ ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെ സ്നാനപ്പെടുത്തി, എങ്ങനെയാണ് കർത്താവിന്റെ കൽപ്പന പ്രകാരം അവരെ സ്നാനപ്പെടുത്തിയെന്നുള്ള ഒരു അറിവ് അവർക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ കേൾക്കുമായിരുന്നു. അപ്പൊ ആ സ്നാനത്തെ കുറിച്ചുള്ള അറിവ് അവർക്കില്ലാതായിപ്പോയി. അവര് അഥവാ AD 1-ാം നൂറ്റാണ്ടിൽ കർത്താവിന്റെ സഭ പെന്തക്കോസ് നാളിൽ സ്നാനമേറ്റ ചരിത്രത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഈ ശിഷ്യന്മാർക്ക് അറിവില്ലായിരുന്നു. അങ്ങനെ അറിവില്ലാത്ത ശിഷ്യന്മാരോടാണ് പൗലോസ് ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. സത്യത്തിൽ ഇവിടെ പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗം കേട്ടിരുന്നുവെങ്കിൽ, അന്ന് നടന്ന സ്നാനത്തെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ചോദ്യത്തിന് അവർ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല എന്ന് അവർ പറയുകയില്ല. കാരണം കർത്താവിന്റെ സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമെന്നുള്ള ആദ്യ പ്രസംഗം അവർ കേട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ആ പ്രസംഗം കേട്ടിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ കേൾക്കുമായിരുന്നു. അപ്പോൾ യഥാർത്ഥ ക്രിസ്തീയ സഭയുടെ സ്നാനം എന്താണെന്ന് അവരെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പൗലോസ് ശ്ലീഹയുടെ ഒരു ചോദ്യമാണ് അവിടെ നടന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ അവർ ന്യായമായിട്ട് അത് കേട്ടിരുന്നുവെങ്കിൽ എന്ത് പറയുമായിരുന്നു? അതല്ലേ ക്രിസ്തീയ സ്നാനം, അതല്ലേ നടന്നത്. പത്രോസിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് അവര് നടത്തിയ സ്നാനത്തിന് അന്നത്തെ ദൂത് ഇതല്ലായിരുന്നോ? മാനസാന്തരവും പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനവും അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്നുള്ള വാഗ്ദത്തം അവിടെ വ്യക്തമാക്കി സൂചിപ്പിച്ചിട്ടില്ലേ എന്നവർ ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ അവരതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, അതിനെക്കുറിച്ച് അറിവില്ല. അപ്പൊ ഇവരുടെ എല്ലാം പഴയ നിയമ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ചും അതിനുശേഷം ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ചോദ്യത്തിന്റെ ലക്ഷ്യം. അപ്പോൾ തന്നെ ഇത് പല അർത്ഥങ്ങൾ ഇതിനകത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. സ്നാനം ഒന്നേയുള്ളൂ, എഫേസ്യ ലേഖനം പറയുന്ന പോലെ. ആ സ്നാനം ഒന്നേ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരമുള്ള ആ സ്നാനം മാത്രമാണ് സ്നാനം ഒന്നേ എന്നുള്ള ആ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത്. മറ്റുള്ളതൊന്നും സ്നാനമല്ല എന്ന് വരുന്നു. അല്ലെങ്കിൽ അവരോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പറയില്ലായിരുന്നു. അവരതനുസരിച്ചു. അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അപ്പോൾ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം അപ്പോസ്തല പ്രവൃത്തി 2:38 ആ 38 പ്രകാരം നിങ്ങൾ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പൗലോസ് ശ്ലീഹയുടെ ചോദ്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് ഈ 19-ാം അധ്യായത്തിലുള്ള സ്നാനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ രണ്ടാമതൊരു സ്നാനമില്ല. ആർക്ക്? യഥാർത്ഥ സ്നാനം സ്വീകരിച്ചവന് മറ്റൊരു സ്നാനം ഒരിക്കലും ആവശ്യമില്ല. എന്നാൽ യഥാർത്ഥ സ്നാനം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇവിടുത്തെ പെന്തക്കോസ് മേഖലകളിലുള്ള ലീഡേഴ്സിനും പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും ഇനി ഒരു സ്നാനത്തിന്റെ ആവശ്യമുണ്ട്. അത് ആ സ്നാനം ഒന്നേ എന്നുള്ള വ്യവസ്ഥ പ്രകാരം നിങ്ങൾ സ്നാനമേറ്റാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കേൾക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയും. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ പോകുവാനുള്ള അടിസ്ഥാന ഉപദേശം മാനസാന്തരവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനത്തിനുള്ള സ്നാനവും അതിനോട്
അതിനോട് അതിനോട് യോജിക്കുന്ന യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുൻപോട്ട് പോകണം. അതാണ് ഈ അപ്പോസ്തല പ്രവൃത്തി. അവര് രണ്ടാമത് സ്നാനമേറ്റു എന്ന് ഞാൻ പറയുന്നില്ല. യോഹന്നാന്റെ സ്നാനമേറ്റ സ്നാനമല്ല ക്രിസ്തീയ സ്നാനമെന്ന് അവർക്ക് ബോധ്യം വന്നു. സ്നാനത്തിലൂടെ പാപമോചനം മാറേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നു. അവർക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമായിരുന്നു. അങ്ങനെയുള്ള യഥാർത്ഥ സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ വഴി നടത്തി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അത് തന്നെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളിൽ പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ സകല സത്യത്തിലും വഴി നടത്തും. ആ സത്യം ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. ആ ഉപദേശത്തിലേക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച് പാസ്റ്റർ. വളരെ വ്യക്തമാണ്. പാസ്റ്റർ വളരെ വ്യക്തമായി തിരുവെഴുത്തുകളുടെ പിൻബലത്തോടെയാണ് സംസാരിച്ചത്. അവിടെ വേണ്ടവണ്ണം ശ്രദ്ധിച്ച് വായിക്കാത്തതിൻ്റെയും പിന്നെ വായിക്കുമ്പോൾ തങ്ങൾക്ക് ഇന്ന രീതിയിൽ മാത്രമേ ഗ്രഹിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അതിനെ സമീപിക്കുന്നതുമാണ് അധികം ആളുടെയും പ്രശ്നം. അതിനെ സത്യസന്ധമായി എഴുതിയിരിക്കുന്ന പോലെ വായിച്ച് ഗ്രഹിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാകാവുന്ന പച്ച മലയാളത്തിലാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എനിവേ, ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ എത്രമാത്രം ഉത്തരം നൽകിയാലും ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം മുറുകെ പിടിക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഇളകാൻ പോകുന്നില്ല. എങ്കിലും സത്യസന്ധമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച വളരെ പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ രണ്ടാമത്തെ ചോദ്യം ബ്രദർ സൈമൺ ബെഞ്ചമിനോടാണ്. ചിലർ പറയുന്നത് ആദിമസഭയിൽ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നടത്തി വന്നിരുന്നതെന്ന്. മാത്രമല്ല വിശുദ്ധ മത്തായി 28:19 നാമങ്ങൾ പറയുന്നില്ല. അവിടെ പറയുന്ന ഏതാണ്? എന്തിനാണ് സ്നാനത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന് ഇത്രമാത്രം പ്രസക്തിയുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പം ജോയ് പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 19 അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലെന്നാ പറയുന്നത്. അപ്പം അപ്പോസ്തല പ്രവൃത്തി 19 ആദ്യ സഭയ്ക്കകത്ത് നമ്മൾ കാണുന്ന ആദ്യത്തെ സ്നാനം എന്ന് പറഞ്ഞാൽ പത്രോസ് നടത്തിയ സ്നാനമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:38 കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി 19 ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഞാൻ ഒത്തിരി ആൾക്കാരെ സ്നാനപ്പെടുത്തി. അപ്പം ആദ്യ സഭയില് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആയിരുന്നു സ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഈ ഒരു വചനം തന്നെയാണ്. എന്താന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്രയും സ്നാനം നടന്നിട്ട് പോലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്ന് പറഞ്ഞിട്ട് അവർ സ്നാനപ്പെടുത്തി ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു സ്നാനം അവർ കേട്ടായിരുന്നെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടെന്ന് പറയായിരുന്നു. അപ്പൊ അവര് ആ സ്നാനങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവിടെ പരിശുദ്ധാത്മാവെന്നൊരു പേര് പോലും അവർ പറഞ്ഞിട്ടില്ല. അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിലായ എല്ലാ ശിഷ്യന്മാരും സ്നാനപ്പെടുത്തിയതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവ് ഇതാ. പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്തുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പിന്നെ ആദ്യ സഭയില് പത്രോസ് എന്തിനാ അങ്ങനെ നമ്മളെ അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്ന കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നത് റിപ്പന്റൻസിന്റെ കാര്യം പറയുന്നത് നമ്മൾക്ക് പശ്ചാത്താപം ഉണ്ടാവും. ഓക്കെ, പിന്നെ ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് എവ്രി വൺ ഓഫ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ പാപമോചനം ഉണ്ടാവണം. അപ്പൊ ഈ പാപമോചനം ഉണ്ടാവണമെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിലാണ് പാപമോചനം ഉള്ളത്. ഓക്കെ, അത് നമ്മൾ എവിടെ വായിക്കാൻ ഒക്കുന്നത്? നമുക്ക് വായിക്കാൻ ഒക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1:21 പറയുന്നത് നെയിം ജീസസ് ഫോർ ഹി വിൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദയർ സിൻ. അപ്പൊ ആ പേരിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പാപമോചനം. ഓക്കെ, അതുമല്ല ഫിലിപ്പീൻസ് 2:9-11 വായിക്കുമ്പോഴത്തേക്ക് ജീസസ് നെയിം ഈസ് അബൌവ് എവ്രി നെയിം. ആ നാമം, യേശുവിന്റെ നാമം എല്ലാ നാമത്തെക്കാട്ടിലും വലിയ നാമമാണ് എന്ന് പറഞ്ഞാൽ ഹെവനിലും എർത്തിലും. ഓക്കെ, അപ്പൊ ആ നാമത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ മനസ്സിലാക്കാം. അത് യോഹന്നാന്റെ 14:14 നോക്കുമ്പോഴത്തേക്ക് ആസ്ക് എനിത്തിങ് ഇൻ ജീസസ് നെയിം, ജീസസിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും. ഓക്കെ, പിന്നെ കൊലോസ്യർ 3:17 പറയുന്നുണ്ട് വാട്ട് എവർ യു ഡു ഇൻ വേർഡ് ഓർ ഡീഡ് ഡു ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതും ആദ്യ സഭയുടെ പഠിത്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും
അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണമെന്ന് കൽപ്പനയാണ്. ഓക്കെ. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 4:12 പറയാൻ സാൽവേഷൻ ഓൺലി ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ മാത്രമാണ് നമുക്ക് സാൽവേഷൻ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ യോഹന്നാന്റെ സുവിശേഷം 8:24 പറയുന്നത് യേശു തന്നെ പിതാവ്, നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന്റെ മറുപടിയായിട്ട് യേശു പറയുന്നത് ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, ഞാൻ തന്നെ അവൻ എന്ന് വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ച് സ്ഥാനപ്പെടുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. എന്തോ വിശ്വസിക്കേണ്ടത്? യേശു തന്നെ പിതാവാണെന്നുള്ള വിശ്വാസം. അപ്പൊ നമ്മൾ ചോദിക്കും പിതാവിന്റെ നാമോ ആണെന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ യേശു കൽപ്പിച്ച എന്തോ കൽപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്താനാണ് പറയുന്നത്. നാമങ്ങളല്ല, നാമത്തിൽ. അവരുടെ നാമം എന്തുവാന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ ഇവർക്ക് മനസ്സിലാക്കാൻ ഒക്കുമായിരുന്നു ആ നാമത്തിന്റെ നമ്മൾ മനസ്സിലാക്കി പാപമോചനം യേശുവിന്റെ നാമത്തിലാവും. പിന്നെ കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ പിതാവിന്റെ നാമം യേശു ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നാമം യേശു ആണോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായിട്ട് നമുക്ക് വചനത്തിനകത്ത് കാണാം. യോഹന്നാന്റെ സുവിശേഷം 5:43 നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കം ഇൻ മൈ ഫാദേഴ്സ് നെയിം, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നെന്നാണ് യേശു പറയുന്നത്. ഒരുത്തൻ സ്വന്തം നാമത്തിൽ വന്നായിരുന്നെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചത് ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിലാവുന്നത്. അപ്പൊ പിതാവിന്റെ നാമം എന്തോ യേശു ക്രിസ്തു എന്നുള്ള കാര്യം അവിടെയും വ്യക്തമാവുക. പിന്നെ പുത്രന്റെ നാമം യേശു ക്രിസ്തു ആണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്, അതിനകത്ത് നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നാമം യേശു ആണെന്നുള്ള കാര്യം തെളിയിക്കാൻ യോഹന്നാന്റെ സുവിശേഷം 14:26 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കും. ബട്ട് ദ കംഫർട്ടർ വിച്ച് ഇസ് ദ ഹോളി സ്പിരിറ്റ് ഹൂം ദ ഫാദർ വിൽ സെൻഡ് ഇൻ മൈ നെയിം. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നാമം യേശു ക്രിസ്തു. അപ്പം ആദ്യ സഭ യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരുന്നു സ്നാനപ്പെടുത്തി. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമമാണ്. ആ നാമത്തിലാണ് എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ, യേശുവിന്റെ നാമത്തിലാണ് എല്ലാം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ, യേശുവിന്റെ നാമത്തിനെ നമ്മൾ ഉച്ചരിക്കുമ്പോഴാണ് നമുക്ക് പാപമോചനം ഉള്ളതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം തന്നെ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്നാനം വഹിക്കുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗലേഷ്യൻസ് 3:27 വായിക്കുമ്പോൾ ഫോർ ആസ് മെനി ഓഫ് യു ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിലോട്ടാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. ഓക്കെ, യു ഹാവ് പുട്ട് ഓൺ ക്രൈസ്റ്റ്. അത് ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ സ്ഥാനപ്പെടേണ്ടത്. അപ്പൊ ഇത് നമുക്ക് എല്ലാം വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യ സഭ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയായിരുന്നു സ്ഥാനപ്പെടുത്തുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വ്യക്തമാണ്. വളരെ വ്യക്തമായിട്ട് ചോദ്യത്തിന് ഉത്തരം നൽകി. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് പാസ്റ്റർ എം ബേബിയോടാണ്. ചോദ്യം ഇതാണ്: ഭൂരിഭാഗം പെന്തക്കോസ്തുകാരും അവകാശപ്പെടുന്നത് പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സ്ഥാനനാമങ്ങളിൽ ആരെങ്കിലും സ്നാനം ഏറ്റതിന്റെ തെളിവ് ബൈബിളിലുണ്ടോ? യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനങ്ങളുടെ തെളിവുകൾ ഏതൊക്കെയാണ്? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഞാൻ പാസ്റ്ററോട് ചോദിക്കുന്നത്. ചോദ്യം എങ്ങനെയാണ്: ഭൂരിഭാഗം പെന്തക്കോസ്തുകാരും അവകാശപ്പെടുന്നത് പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സ്ഥാനനാമങ്ങളിൽ ആരെങ്കിലും സ്നാനപ്പെടുത്തിയതായി ബൈബിൾ തെളിവുണ്ടോ? ബൈബിളിലുള്ള തെളിവുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ചു തന്നാൽ മതി. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ചോദ്യമാണ് കർത്താവിന്റെ ദാസൻ ചോദിക്കുവാനിടയായി തീർന്നു. വളരെ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് കർത്താവിന്റെ വിലയേറിയ ദാസന്മാരിലൂടെ ലഭിക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. ഇവിടെ കർത്താവിന്റെ ദാസൻ ഇടയവനോട് ചോദിച്ച ചോദ്യത്തിന് ഇടയവന്റെ അറിവിൽ നിന്നുള്ളതായ മറുപടി പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. മത്തായി 28:19 പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെട്ടതുമായ ഒരു രേഖ ബൈബിളിൽ കാണുവാൻ കഴിയുന്നില്ല.
സ്തോത്രം. എന്നാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ സ്നാനത്തിന് വേണ്ടിയുള്ളതായ ആഹ്വാനം നൽകുവാനിടയായി തീർന്നു. പത്രോസ് പരിശുദ്ധാത്മ നിറവോടെയാണ് അന്ന് ഉപദേശിക്കുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ടും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യഭാഗമാണ് പെന്തക്കോസ്ത് നാളിൽ ആദ്യമായിട്ട് കർത്താവിന്റെ ദാസൻ സഭയ്ക്ക് പരിശുദ്ധാത്മ നിറവോടെ ഉപദേശം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് ഇവിടെ കർത്താവിന്റെ ദാസന്മാർ പലരും അതേക്കുറിച്ച് സംസാരിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അത് പത്രോസ് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്നാണ് കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നത്. പെന്തക്കോസ്ത് നാളിൽ സഭയുടെ ഉദ്ഭവ ദിവസം, സഭയുടെ തുടക്ക ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വിശുദ്ധ പത്രോസിലൂടെ ആലോചന നൽകുവാനിടയായി തീർന്നു. അന്ന് സ്നാനത്തെ കുറിച്ച് കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധാത്മ നിറവോടെയാണ്. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസനിലൂടെ സംസാരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ളതായ പ്രസക്തമായ ഒരാലോചന നമുക്ക് ആ വാക്യഭാഗത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പല അധ്യായങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെയെല്ലാം സ്നാനം നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നടന്നു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരിടത്തും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തിയതായിട്ടോ ആരെങ്കിലും അങ്ങനെ സ്നാനപ്പെട്ടതായിട്ടോ വേദപുസ്തകത്തിൽ യാതൊരു വിധമാകുന്ന രേഖയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല, അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ എന്ന് കാണുവാൻ കഴിയുന്നത്. അത് ശമര്യരെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ശമര്യർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുവാനിടയായി തീർന്നു എങ്കിലും പരിശുദ്ധാത്മാവിനെ അവർക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എന്നും അപ്പോസ്തലന്മാർ കടന്നു വന്ന് അവരുടെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചുവെന്നും ഒക്കെ ഉള്ളതായ ആ രേഖ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ ശമര്യര് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടത് എന്ന് അവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ജാതീയൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും പത്രോസിൽ നിന്നുള്ളതായ സുവിശേഷം കേൾക്കേണ്ടതിന് വേണ്ടി കർത്താവ് കൊടുത്ത ആലോചന അനുസരിച്ച് പത്രോസിനെ തന്റെ ഭവനത്തിൽ വരുത്തുകയും പത്രോസ് അവരുടെ അടുക്കൽ കടന്നു എന്ന് കൂടിയിരുന്നതായ ആളുകളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സുവിശേഷ സന്ദേശം നൽകിയപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷ സത്യം വിശ്വസിച്ചതായ ജാതീയരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായ അവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തേണ്ടതിന് വേണ്ടി പത്രോസ് കൽപ്പന കൊടുത്തു എന്നാണ് അതിന്റെ സ്തോത്രം 48-ാമത്തെ വാക്യഭാഗം 10-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യഭാഗത്തിൽ കാണുന്നത്. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസങ്ങൾ അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു എന്നോട് കാണുവാൻ കഴിയുന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് പത്രോസ് കൽപ്പന കൊടുത്തതും യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്
ഈ കൊർന്നൊല്യോസിന്റെ ഭവനക്കാർ സ്നാനപ്പെട്ടതായിട്ടും വേദപുസ്തകത്തിൽ രേഖ കാണുവാൻ കഴിയുന്നത്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യഭാഗത്തിൽ തുയത്തൈരക്കാരിയായ ലുദിയ എന്ന രക്താംബരം വിൽപ്പനക്കാരിയായ സ്ത്രീ പുഴവക്കത്തിരുന്ന് കർത്താവിന്റെ ദാസനിൽ നിന്നും ദൈവവചനം കേട്ടു. അവൾക്ക് വിശ്വാസം ഉണ്ടായപ്പോൾ അവളുടെ ഹൃദയം വചനം കേൾക്കേണ്ടതിന് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കുകയും അവൾ വചനം വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൾ സ്നാനമേൽക്കുവാൻ ഇടയായി തീർന്നു എന്നാണ് അവിടെ ആ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശിലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് അവിടെ അവർ കാവൽ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ കർത്താവിനെ പാടി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് അവർ സ്വതന്ത്രരായി തീരുകയും അവർ അങ്ങനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാരാഗ്രഹ പ്രമാണി അവിടെ നടന്നതായ പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർ കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷിച്ചതായിട്ടും അവരുടെ മുറിവുകളെയൊക്കെ കെട്ടി അവരെ ശുശ്രൂഷ ചെയ്തതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കാരാഗ്രഹ പ്രമാണി സ്നാനമേറ്റതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതുപോലെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ പറയട്ടെ. സ്തോത്രം. എഫെസോസിലുള്ളതായ വിശ്വാസികളെ സംബന്ധിച്ച് കർത്താവിന്റെ ദാസന്മാർ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നു. റോമിലുള്ളതായ വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമേറ്റത്. കൊരിന്തിലുള്ളതായ വിശ്വാസികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതിനെ കുറിച്ച് രേഖയുണ്ട്. ഗലാത്തിയിലുള്ളതായ വിശ്വാസികളും കർത്താവിനോട് ചേരുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു. അങ്ങനെ വേദപുസ്തകത്തിൽ സ്തോത്രം ആദിയോടന്ത് നമ്മൾ പഠിച്ചാൽ സ്നാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ മറ്റൊരു നാമത്തിലും സ്നാനം നടന്നതായിട്ട് രേഖയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമാണ് യേശു എന്ന നാമം. അതല്ലാതെ മറ്റൊരു നാമമില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമവും അതാണ്. ആ നാമം സ്വീകരിക്കാതെ ഒറ്റ മനുഷ്യനും രക്ഷപ്പെടുവാനോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനോ കഴിയുകയില്ല. അതിന് സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവരാജ്യത്തിൽ കടന്നു പോകുവാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് വരാറായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ താങ്ക് യു. പാസ്റ്റർ താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമാണ് പാസ്റ്ററുടെ ഉത്തരം. യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ സ്നാനം നടത്തുന്നതായി തിരുവെഴുത്തുകളിൽ നിന്നും ആർക്കും തെളിയിക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു സത്യമാണ്. അത് ധാരാളം തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നതിൽ പാസ്റ്റർക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ അത് ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് ബ്രദർ ബിൽസൺ ബെഞ്ചമിനോടാണ്. സ്നാനത്തിന്റെ 2 ചോദ്യങ്ങൾ നമുക്ക് ഉണ്ട്. അതിൽ പലതും കർത്താവിന്റെ ദാസന്മാർ അതിന്റെ ഭാഗങ്ങളോടെ ചോദിച്ചതുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി ആ 2 ചോദ്യങ്ങൾ ഞാൻ തൽക്കാലം വിടുകയാണ്. അടുത്തൊരു ചോദ്യത്തിന് 12 മുതൽ 15 മിനിറ്റ് വരെ സമയം ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സ്നാനത്തെ പോലെ തന്നെ ഒരുപക്ഷെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പോകുന്ന അതിനു വേണ്ടി ബൈബിളിൽ വളരെയധികം സംശയകരമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള യെശയ്യാ പ്രവചനത്തിലെ ഒരു കഥാപാത്രമുണ്ട്. യെശയ്യാ 41 മുതൽ 48 വരെയുള്ള അനവധി ഭാഗങ്ങളിൽ കോരസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സൈറസ് ദ പേർഷ്യൻ കിങ് എന്നുള്ള പേരിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. യഹൂദനല്ലാത്ത, എന്നാൽ യഹൂദന്മാരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുവാൻ ദൈവം തന്റെ ജനനത്തിന് 150 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രോഫസിയിലൂടെ ദൈവം വിളിച്ച ഒരു വ്യക്തിയാണ് മഹാനായ സൈറസ് ദ ഗ്രേറ്റ് എന്നുള്ള പേരിൽ കാണുന്നത്. എന്നാൽ അതോടൊപ്പം യെശയ്യാ 42-43 വരുമ്പോൾ
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ പ്രവചനത്തോടുകൂടിയാണ് ആ 2 അധ്യായങ്ങൾ ആരംഭിക്കുന്നത്. അത് ആ 42-ലും 43-ലും യേശുവിനെ യഹോവയുടെ ദാസൻ എന്നുള്ള പേരിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈറസിനെയും ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. കോരസ് എന്റെ ഇടയൻ, എന്റെ മൈ ഷെപ്പേഡ്, അല്ലെങ്കിൽ കോരസ് മൈ അനോയിന്റഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വിഷയം പ്രത്യേകിച്ച് 42-ാം അധ്യായം 16-ാമത്തിലെ വാക്യത്തിലെ വിഷയത്തിൽ പഴയ നിയമത്തിൽ തൃത്വമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള അനേകം ആളുകൾ തത്രപ്പാട് പെടുന്ന അല്ലെങ്കിൽ ചക്രശ്വാസം വലിക്കുന്ന ഒരു ഭാഗമാണ് യെശയ്യാ 48:16 ഉള്ള ഒരു വാക്യം. ഈ വാക്യത്തിൽ യഹോവയായ കർത്താവ് ഇപ്പോഴോ എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഹോവയായ കർത്താവുണ്ട്, ഞാനെന്ന് പറയുന്നത് പുത്രനാണ്, ആത്മാവ് പരിശുദ്ധാത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മള് ബൈബിൾ വ്യക്തമായി പഠിച്ചാൽ അവരുടെ ചിന്താഗതികൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, പെന്തക്കോസ്റ്റൽ തിയോളജിയൻസിനെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രിനിറ്റിയുടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ ഖനികളിൽ പോയി ധാതുക്കളും സ്വർണത്തരിയൊക്കെ കണ്ട് എത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കുഴികൾ ഉണ്ടാക്കി റിഡ്ജൊക്കെ ഉണ്ടാക്കി അതിനകത്തൂടെ പോയി അധ്വാനിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഹരമുള്ളൊരു കാര്യമാണ്. അവരെന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഇത് ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് ഇത് പിതാവാണ്, ഇത് പുത്രനാണ്, ഇത് പരിശുദ്ധാത്മാവാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് വ്യക്തമായി തിരുവെഴുത്തുകളുടെ പിൻബലത്തിൽ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ചോദ്യം, മെസ്സിയാവിലെ ദാസൻ മെസ്സിഹയാണെന്ന് നമുക്കറിയാം. മെസ്സിയാവിന്റെ പ്രവചനത്തിലെ ദാസനെ സൈറസിനോട് ഉപമിക്കുന്നത് എന്തുകൊണ്ടാണ്? ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ആണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എടുക്കാനുള്ള സമയമുണ്ട്. കാരണം നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ക്ലോസ് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ലഭിച്ച ചോദ്യം, ഈ ഖോരേഷ് എന്ന് എന്തുകൊണ്ട് ഒരു ഉപമ ആ ഒരു പ്രവചനത്തിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ. അപ്പോൾ ആദ്യമേ നമുക്ക് ഓർമ്മിപ്പിച്ചു കൊള്ളാൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവികത്വത്തിൽ വ്യക്തികളില്ല. ദൈവം ആത്മാവാകുന്നു എന്നുള്ള ശരിയായ കർത്താവിന്റെ വെളിപ്പാട്. പിന്നെ പൗലോസ് ആത്മാവിന്റെ കാര്യം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 12 വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു ആത്മാവ്, പല പ്രവർത്തനങ്ങൾ, ദൈവം ഒരുത്തൻ മാത്രമെന്ന് വളരെ വ്യക്തമായ വചനം. അപ്പം ഒരു ദൈവമേ ഉള്ളൂ, അത് ആത്മാവായ ദൈവമാണ്, അദൃശ്യനാണ്, അവൻ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്, അവൻ സകലത്തെയും നിറയ്ക്കുന്നവനാണ്, സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. അതേസമയം ഈ ലോകത്തിലെ പല പുത്രന്മാരിലും പ്രവാചകന്മാരിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്, ഒരു ആത്മാവിന്റെ പ്രവർത്തനം തന്നെയാണെന്ന് സകലതും എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിനകത്തൊരു വ്യക്തികളോ, അല്ലെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ ഒരു ഈടെയായിട്ട് ഒരാൾ പരിഹസിച്ചതുപോലെ സൈറസ് എന്ന ഉപമ കൊടുത്തപ്പോൾ അവിടെ സൈറസ് ആണ് ഇവരുടെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ, ഒരു മനുഷ്യനും ദൈവമല്ല, ദൈവം മനുഷ്യനുമല്ല, ദൈവം മനുഷ്യപുത്രനുമല്ല എന്ന് വളരെ വ്യക്തമായ വാക്യമുണ്ട്. പുത്രൻ, ഏകപുത്രൻ എന്നത് ദൈവത്തിന്റെ വെളിപ്പാട് ആണ് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുന്നു. അതേ ദൈവത്തിന്റെ പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഒരു ആത്മാവ് ഒരു 3 തരത്തിലെ പ്രവർത്തനം അല്ലെങ്കിൽ വെളിപ്പാടുകൾ എന്ന് മാത്രമേ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ ഉത്തരം പറയുവാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1 അധ്യായത്തിൽ 15 മുതലുള്ള വാക്യത്തിൽ അവിടെ യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുമ്പോൾ അവിടെ പറയുന്നു, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഏലിയാവ് എന്ന് പറഞ്ഞ പ്രോഫറ്റ് ജീവിച്ചത് ഏകദേശം
ഈ കർത്താവ് വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ ഏകദേശം ഒരു 800-850 വർഷം മുമ്പേ ജീവിച്ച ഒരു മനുഷ്യനെ പറ്റിയാ പറയുന്നത്. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വരുമെന്ന്. അപ്പോൾ ഈ ഏലിയാവിലുള്ള ആത്മാവ് ഏത് ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായി തന്റെ പ്രവാചകന്മാരിൽ കൂടെയും ഇന്ന് ഈ അന്ത്യകാലത്ത് പുത്രനിൽ കൂടെ സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് സംസാരിക്കുന്നത്. ദൈവം ഏലിയാവിന് കൊടുത്ത ഒരു വരമുണ്ട്. ആ വരത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ വരുമെന്ന് പറയുന്നത്. അതല്ലാതെ അത് വേറൊരു മനുഷ്യന്റെ ആത്മാവല്ല. ദൈവം തന്നെയാണ് തന്റെ പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുന്നതും അവരെ ഉപയോഗിക്കുന്നതും. അപ്പോൾ ഈ അടുത്തത് ഞാൻ പോകുന്നത് എസ്ര എന്നുള്ള ഒരു പ്രവാചകനിലേക്കാണ്. എസ്രായുടെ പ്രവചനത്തിലാണ് പറയുന്നത്, യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെ എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ, പരസ്യ രാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെയും യെരൂശലേമിലെയും അവൻ ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലും യെരൂശലേമിലേക്കും യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരൂശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലത്തിലെ സ്വദേശികൾ പോകുന്ന വെള്ളി, മറ്റ് സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരൂശലേമിലെ ദേവാലയം വഴിക്കായി ഔദാര്യ ദാനങ്ങളാലും സഹായം ചെയ്യണം. അപ്പോൾ നമ്മൾ കാണുന്നു, ആദ്യത്തെ ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ ആദ്യമായിട്ട് അവർ അടിമകളായിട്ട് താമസിക്കുന്നത് ഈജിപ്തിലാണ്. അവിടുന്ന് ദൈവം അവരെ വിടുവിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയിട്ട് അവരെ കൂടുതൽ നാൾ അവിടെ നിർത്താൻ നോക്കുന്നു. പക്ഷെ ഇവിടെ പരസ്യ രാജാവ്, അതായത് ഒരു ജാതീയനായവൻ, അവൻ യഹോവയായ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തനാണ്. പക്ഷേ ദൈവം അവനെ അഭിഷിക്തനാക്കിയിരിക്കുന്നു. ദൈവം അവനിൽ കൂടെ സംസാരിക്കുന്നു. ആരാണ് യഹോവ എന്ന് പറഞ്ഞത്? സകല പ്രപഞ്ചത്തിലെ ദൈവമാണെന്ന് ഒരു ജാതീയൻ തന്റെ വാഗൊണ്ട് വിളിച്ചു പറയുന്നു. അവിടെ പാർക്കുന്ന എല്ലാ ഇസ്രായേലുകാർക്കും സ്വമനസാൽ, അതായത് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്താൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പോൾ ഒരു രാജാവാണ്, സകലത്തിന്റെയും അധികാരിയാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഈ ഒരു അടിമത്വത്തിലേക്ക് നയിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം കൊടുക്കുന്ന കോരേശ് രാജാവിനെ പറ്റി സംസാരിക്കുന്നു. ഈ കോരേശ് രാജാവ് ആരാണ്? ആദ്യം ഈ കോരേശ് രാജാവിനെ പറ്റി പറയുന്നത് അത് യെശയ്യാവാണ്. യെശയ്യാവ് എത്ര വർഷം മുമ്പെയാണ് ഈ കോരേശ് രാജാവ് ജീവിക്കുന്നതിന് 200 വർഷം മുമ്പെയാണ്, ഏകദേശം 150-200 വർഷം മുമ്പെയാണ് കോരേശ് എന്ന പേര് പോലും ഈ ഇസ്രായേൽ ജനങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ പ്രവചനം കോരേശ് എന്ന ഒരു രാജാവ് ഉണ്ടാകുമെന്നും കോരേശ് എന്ന രാജാവ് ഈ ഒരു ജനതയ്ക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് അടിമത്വത്തിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നും ആലയം പണിയുമെന്നും ആലയത്തിന് വേണ്ടി സാമഗ്രികൾ ഒരുക്കുമെന്നും എല്ലാ പ്രവചനങ്ങളും യെശയ്യാവിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് കോരേശിനെ പറ്റി മാത്രമാണോ? അല്ല, അത് നമ്മൾ മുന്നോട്ട് കാണും. അപ്പോൾ കോരേശിനെ പറ്റി കുറച്ചുകൂടെ പറയുമ്പോൾ, കോരേശ് ഒരു ചരിത്രപരമായ പുരുഷനാണ്. ഇന്ന് ചരിത്രത്തിൽ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന കോരേശിനെ പറ്റി കൂടുതൽ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കോരേശ്. ആ സമയത്ത് ഏറ്റവും വലിയ രാജാവായിരുന്നു. ഈ ലോകത്തിന്റെ മൊത്തം മേലുള്ള അധികാരം ഉള്ള ഒരു രാജാവായിരുന്നു. ഒടുക്കൽ കൊല്ലപ്പെട്ടത്
സ്വന്തം ദേശത്തിലെ തന്നെ ഒരു രാജ്ഞിയാലാണ്. അപ്പോൾ ഘോരേശും കർത്താവിന്റെയും ഒരു കൂടെ നമ്മൾ കമ്പാരിസൺ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏകപുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്നു എന്ന് പറഞ്ഞ വചനം ആദിയിൽ ഉണ്ടായിരുന്നു. വചനം മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടതും. വചനത്താലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. അവന് വേണ്ടിയും അവൻ മുഖാന്തരവും അവനായിട്ട് വേണ്ടി. അപ്പം എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് സകലത്തിന്റെ മേലുള്ള അധികാരമുള്ളവൻ തന്നെയായിരുന്നു കർത്താവ്. ഈ ലോകത്തിന്റെ മേലുള്ള സകല പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരമുള്ള കർത്താവായിരുന്നു. തന്റെ ജനത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ ആലയം, പുതിയ ആലയം, അതായത് തന്റെ ശരീരമായ ആലയം സാമഗ്രിയായിട്ട് നൽകി ആലയം പണിയുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ പല തരത്തിലും നമ്മൾ ഘോരേശും ഈ പിന്നെ ഒരു 500 വർഷത്തിന് ശേഷം, ഘോരേശിന് 500 വർഷത്തിന് ശേഷം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന കർത്താവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രണ്ടും പ്രൊഫസിയാണ്. ആ ഒരു ഒറ്റ പ്രൊഫസിക്കകത്ത് രണ്ടും അവിടെ കവർ ചെയ്യുന്നു. അപ്പോൾ അവിടെ എസ്ര പറയുന്നുണ്ട്, യിരെമ്യാവും പ്രവചനം നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രവചനം നൽകുന്നതിന് മുമ്പേ 70 വർഷം മുമ്പേ യിരെമ്യാവും ഇതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം യിരെമ്യാവിന്റെ പ്രവചനത്തിനകത്തും നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. അവർ അടിമകളായിട്ട് പർസ്യ ദേശത്ത് പോകുമെന്നും അവർ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി അവിടെ ദൈവം ഒരു അഭിഷിക്തനെ ഒരുക്കുമെന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആണ് ഈ ഒരു ആളെ പറ്റി വളരെ കൺഫ്യൂഷൻ ആകുന്നത്? ഈ 43-ാമത്തെ അധ്യായം, 48-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പീൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ള അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയക്കുന്നു. അപ്പോൾ നമുക്കറിയാം, യഹോവയായ ദൈവം ഒരു ദൈവമാണ്. ആ ദൈവം മാത്രം സൃഷ്ടാവായ ദൈവമാണ്. വേറെ ഒരു ദൈവവുമില്ല. ഒരു ആത്മാവായ ദൈവമാണ്. ആ ദൈവം തന്നെയാണ് ഘോരേശ് രാജാവിനെ ആ ഒരു അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി ഒരുക്കുന്നതും ആലയം പണിയുവാൻ വേണ്ടി അവരെ അയക്കുന്നതും അവരെ ഒരു സാമഗ്രികളൊക്കെ എല്ലാം ഒരുക്കിയിട്ട് അവരെ മൊത്തം ആ ഒരു പണിക്ക് വേണ്ടി അയക്കുന്നതും. അപ്പോൾ അവിടെ ഘോരേശ് തന്നെ പോകുന്നില്ല, പക്ഷെ ഘോരേശ് അവിടെ ആൾക്കാരെ അയക്കുകയാണ്. പക്ഷെ ആ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ഘോരേശ് കർത്താവിനെ പോലെ തന്നെ ഒരുക്കിയവനാണ്. അപ്പോൾ ഇവിടെ 45-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യഹോവ തന്റെ അഭിഷിക്തനായ ഘോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഈ വലങ്കൈന്ന് പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. വലങ്കൈ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തി, അതിനെ തന്നെ കാണിക്കുന്നു. അപ്പോൾ സൈറസ് എന്ന രാജാവിൽ പ്രവർത്തിച്ചതും ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒരു വാക്യം നമ്മൾ കാണുന്നത് ഈ 44-ലെ 6-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. അപ്പോൾ യെശയ്യാവില് ഒരു സെർവന്റ് ഉണ്ട്. ആ സെർവന്റ് സൈറസിനോട് ഉപമിക്കപ്പെടുന്നു. നമുക്കറിയാം, ആ ഒരു സെർവന്റ് കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവിനോട് തന്നെ ഉപമിക്കപ്പെടുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഫസീസും സൈറസിന്റെ മേളിൽ ഫിറ്റ് ആവുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 53-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ ശരീരത്തെ ചീന്തുകയും അവൻ അവന്റെ രക്തത്തെ കൊടുക്കുകയും അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് പറയുമ്പോൾ സൈറസ് എന്ന രാജാവ് നമുക്ക് വേണ്ടി അങ്ങനെ യാഗം ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ
ഇത് ഒരു മിക്സ്ഡ് പ്രോഫസിയാണ്. രണ്ടും ഒരു രാജാവിനെ പറ്റിയുള്ള സംസാരമാണ്, വരുവാൻ പോകുന്ന രാജാവിനെ പറ്റി ഉള്ള സംസാരമാണ്, അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ പോകുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. ഈ ഒരു സേവകൻ ആണ് ആലയം പണിയാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോഫസീസ് തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട്. രണ്ട് ടൈം ലൈൻ ആണ് ഇതിന് നടക്കാൻ പോകുന്നത്. പക്ഷേ ചില പ്രോഫസീസ് കർത്താവിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് വചനം ഒരു ചിലത് അങ്ങും ചിലത് ഇങ്ങും അത് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവാൽ മാത്രമേ നമുക്ക് വെളിപ്പെടൂ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഒരുവൻ മാത്രമാണ്, ദൈവം ആത്മാവാണ്, ദൈവം ഒരുത്തൻ മാത്രമാണ്, വേറെ ഒരു ദൈവമില്ല, വേറെ ഒരു രക്ഷകനും ഇല്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. സൈറസിൽ പ്രവർത്തിച്ചതും ആ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. കർത്താവും വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേല ചെയ്യുന്നു. അപ്പോൾ ഏകപുത്രൻ, അതായത് വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്ന ആ പുത്രൻ എന്ന പദവി, അല്ലെങ്കിൽ ഏകപുത്രൻ എന്ന പദവി മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടായിരുന്ന ഏകപുത്രൻ പറയുന്നു, പിതാവ് എന്നിൽ വസിച്ച് തന്റെ വേല ചെയ്യുന്നു, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് തന്നെ എന്നിൽ വസിച്ച് സകല വേലകളെയും ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒരു വാക്യം നമ്മൾ കാണേണ്ടത്, പക്ഷെ 43-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അത് മലയാളത്തിൽ തെറ്റായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പലതും നമുക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു പ്രൊഫസി നമുക്ക് വായിച്ചാൽ അറിയാം, ഇത് കോരേശ് രാജാവിനെ പറ്റി ഉള്ളതല്ല. അത് ഇവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഒരു ദൈവവും ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മളെ എല്ലാം സൃഷ്ടിച്ചതും ഉണ്ടാക്കിയ ദൈവം ഒരുവൻ മാത്രമാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ദാസനെ പറ്റി ഒരു കാര്യവും നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ ദാസനെ പറ്റി എന്തുവാണ് ഈ പറയുന്നത് എന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നു. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, ye are my witnesses, saith the Lord, and my servant whom I have chosen, that ye may know and believe me and understand that I am he. And before me there was no God formed, neither shall there be after me. പിന്നെ 11-ൽ പിന്നെ എടുത്തു പറയുകയാണ്, I even I am the Lord, and beside me there is no savior. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ എന്നിലും ആ സെർവന്റിലും വിശ്വസിക്കുക. എന്താണ് കണ്ടിട്ട് വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ടത് ഇതാകുന്നു, that I am he, ഞാൻ തന്നെ അവൻ ആകുന്നു, ആ ദാസൻ ഞാൻ തന്നെ ആകുന്നു. ഇത് അവിടെ പെർഷ്യയിലുള്ള ഖോരേശിനെ പറ്റിയുള്ള പ്രവചനമല്ല. ചില പ്രവചനങ്ങൾ ഇതിനകത്ത് ഖോരേശ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു 41 മുതൽ 48 വരെയുള്ള ചാപ്റ്റേഴ്സില്. പക്ഷെ ഈ ഒരു വാക്യം കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവം തന്നെ ആയിരുന്നു, എനിക്ക് മുമ്പേ വേറെ ഒരു ദൈവവുമില്ല, ഞാനല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. അപ്പോൾ സൈറസ് വന്ന് സൈറസ് രക്ഷിച്ചപ്പോഴും കർത്താവ് തന്നെയാണ് അവനിൽ ഉണ്ടായിരുന്നതെന്ന് എസ്ര സാക്ഷ്യം പറയുന്നു. ദൈവമാണ് ആത്മാവായിട്ട് അവന്റെ ഹൃദയത്തെ നിർമ്മലപ്പെടുത്തി ആ ഒരു ആലയം പണിയുവാൻ വേണ്ടി അയച്ചത്. പക്ഷെ ഇവിടെ ഈ ദാസനെ പറ്റി പറയുന്നു, ഞാൻ അല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല, അവനെ നോക്കി വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കുന്നത്? ഞാൻ തന്നെ അവനാകുന്നു എന്ന് പറയുന്നു. ഇത് തന്നെ മിസ്റ്റേക്ക് സംഭവിച്ചത് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ മുതൽ വാക്യത്തിൽ നിന്റെ പിതാവ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് 24-ാമത്തെ വാക്യത്തിൽ കിങ് ജെയിംസ് വേർഷനിൽ നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എന്നെ നോക്കി ഞാൻ തന്നെ അവൻ എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്നുള്ള കാര്യം ഒരു സർവന്റിനെ പറ്റി പറയത്തില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ആക്കിയാണ് പറയുന്നത്. ഞാൻ തന്നെ അവൻ എന്ന് പുത്രനായിട്ട്
പറയുന്നു, അവൻ തന്നെ ഞാൻ എന്ന് വിശ്വസിച്ചു കൊള്ളുക എന്ന് യെശയ്യാവിൽ ദൈവം സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇത് രണ്ടും വിശ്വസിക്കേണ്ടത് സൈറസിനെ പറ്റി അല്ല. അവിടെ സൈറസിനെ പറ്റിയും പല പ്രൊഫസീസ് ഉണ്ട്. അത് 200 വർഷം മുമ്പേ കർത്താവ് നിവൃത്തിയാക്കിയിട്ടുണ്ട്. കർത്താവ് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്, ആലയം പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ള സാമഗ്രികളെല്ലാം അയച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന സൈറസ് എന്ന് ഉപമിക്കപ്പെട്ടിരിക്കുന്ന, അതായത് യോഹന്നാൻ സ്നാപകൻ എങ്ങനെ ഏലിയാവിനെ പോലെ ഉപമിക്കപ്പെട്ടുവോ അതുപോലെ ഈ ഒരു ദാസൻ സൈറസിനെ പോലെ ഉപമിക്കപ്പെടുകയും ഈ ദാസനായ സൈറസ് എന്ന് വിളിക്കുന്നവൻ ശരിക്കും പൂർണ്ണമായ ഒരു രക്ഷിതാവും, ആ രക്ഷിതാവ് ആരാണ്? ദൈവമല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന ആ ഒരു ദാസൻ സൈറസിനെ പോലെ ഉപമിക്കപ്പെടുകയാണ്. സൈറസിലും അതിനകത്ത് ചില പ്രൊഫസീസ് അവിടെ നിവർത്തിയാകുകയാണ്. അപ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവം തന്നെയാണ് സൈറസ് എന്ന രാജാവ്, പെർഷ്യൻ രാജാവ്, ദൈവത്തെ അറിയാത്ത, ദൈവത്തിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ഒരു മനുഷ്യനിൽ പ്രവർത്തിച്ച് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതും ആ ദൈവം തന്നെയാണ് ജഡത്തിൽ പ്രത്യക്ഷനായി ഒരു പുത്രൻ എന്ന നിലയിൽ വന്നു. പുത്രൻ എന്ന നിലയിൽ അയക്കപ്പെട്ടവനായി ഈ ലോകത്തിൽ കടന്നു വന്നിട്ട് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും, അതായത് മരണത്തിന്റെ ഭീതിയിലുള്ള അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചത്. രണ്ടും സേവകർ എന്നുള്ള അവരുടെ ടൈറ്റിലാണ്. പക്ഷെ അവർ മനുഷ്യരായതുകൊണ്ട് ആ ടൈറ്റിൽ അവർക്ക് ലഭിക്കുന്നു. പക്ഷെ അവര് രണ്ടുപേരും രാജാക്കന്മാരായിരുന്നു. ഒന്ന് പർസ്യയിലും ഈ ലോകത്തിന്റെ മേളിലും അധികാരമുള്ളവൻ, ഒന്ന് സകലത്തിന്റെ മേൽ അധികാരമുള്ള രാജാവ് തന്നെ. അപ്പോൾ ഇത് വെച്ച് ആൻസർ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വേറെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിശദീകരണമാണ് കർത്താവിന്റെ ദാസൻ നൽകിയത്. വളരെ വ്യക്തമാണ്. കാരണം ഇസ്രായേൽ ജനം ബാബിലോൺ മുതൽ, നബുക്കദ്നേസറിന്റെ കാലം മുതൽ ബെൽഷസർ രാജാവിന്റെ കാലം വരെയുള്ള അടിമത്തത്തിൽ നിന്നും ഫിസിക്കൽ ഇസ്രായേൽ, അതായത് യാക്കോബിന്റെ ലിറ്ററൽ സന്തതികളെ അടിമ വീട്ടിൽ നിന്ന് വിടുവിക്കാനാണ് ദൈവം കോരസ് എന്ന ഇടയനെ, അഭിഷിക്തനെ ഉപയോഗിച്ചതെങ്കിൽ ദൈവം തന്നെത്താൻ വന്ന് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവപുത്രന്മാരെ വിടുവിച്ച് പുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന ഇടയനെ കുറിച്ചല്ലേ, അഭിഷിക്തനെ കുറിച്ചല്ലേ, ദാസനെ കുറിച്ചാണ് നമ്മൾ യെശയ്യാവ് 42 ആദ്യത്തെ വാക്യം തുടങ്ങി. അവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട്, ബിഹോൾഡ് മൈ സെർവൻ ഹോം ഐ അപ്ഹോൾഡ് മൈൻ എലക്ട് ഇൻ ഹോം മൈ സോൾ ഡിലൈറ്റഡ് ഐ ഹാവ് പുട്ട് മൈ സ്പിരിറ്റ് അപ്പോൺ ഹിം ഹി ഷാൽ ബ്രിങ് ഫോർത്ത് ജഡ്ജ്മെന്റ് ടു ദ ജെന്റൈൽസ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. 43 10 11 എല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. വിൽസമർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. വളരെ മിക്സ്ഡ് പ്രോഫസി ആണ് ഈ രണ്ട് പേരെ സംബന്ധിച്ചും 41 തുടങ്ങി 48 വരെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു സ്പിരിച്വൽ റിഡംഷൻ ആണെങ്കിൽ ഒന്നൊരു ഫിസിക്കൽ റിഡംഷൻ ആണ്. ഇത് രണ്ടും ദൈവത്തിന്റെ ആത്മാവാണ് ചെയ്തത്. കോരസിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ യേശുക്രിസ്തു എന്ന ജഡത്തിൽ വെളിപ്പെട്ട് വന്നതും പ്രവർത്തിച്ചതും ദൈവത്തിന്റെ ആത്മാവാണ്. ഈ തരത്തിൽ ബൈബിളിനെ ദൈവാത്മാവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല. ഇന്നെല്ലാം ബൈബിൾ കോളേജിന്റെ തിയോളജി വെച്ചിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് ഈ പല കുഴപ്പങ്ങളും ഉള്ളത്. അപ്പോൾ വളരെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ ദാസൻ അത് സംശയം ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, നമ്മള് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്മേൽ കാര്യമായ ചോദ്യങ്ങളൊന്നും എനിക്കായി ചോദിക്കാനില്ല. എന്തെങ്കിലും വ്യക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരമോ പാനലിൽ നിന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സ്നാനത്തിന്റെ ഒരു ചരിത്രപരമായ തെളിവുകളെ സംബന്ധിച്ചൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ആളുകൾ ഒരുപക്ഷെ ആ വീഡിയോ കണ്ടിട്ട് ഇതിന് ചരിത്രപരമായ തെളിവുകൾ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കായിരിക്കും. അപ്പൊ സ്നാനത്തിൽ ഇനി ചില ചോദ്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുള്ളതുണ്ട്. അപ്പൊ അടുത്ത ഒരു സെഷൻ കൂടി ഞാൻ വിചാരിക്കുന്ന സ്നാനത്തെ സംബന്ധിച്ചുള്ള മറ്റ് ജനറലായിട്ട് ചില ചോദ്യങ്ങളും ഒരു ചരിത്രപരമായ തെളിവുകളുടെ ഒരു PPT പ്രസന്റേഷനും കൂടെ
ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഈ കാര്യം നമ്മൾ ഇത് ചെയ്തു, എന്താ പറയുക, അനൗൺസ് ചെയ്തത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് മാത്രമല്ല ചില ചോദ്യങ്ങളും ഒരു PPT കൂടെ ചെയ്യാമെന്ന് ആലോചനയുണ്ട്. അത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്നൊരു ഒപ്പീനിയനും എനിക്കുണ്ട്. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു മീറ്റിംഗ് കൂടെ നമുക്ക് അതിനുവേണ്ടി ക്രമീകരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് ലൈവ് വേണമെങ്കിൽ നിർത്താം. അത് ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിന് വിട്ടുതരുന്നു. പ്രൈസ് ദി ലോർഡ്.